തിരുവനന്തപുരം നെടുമങ്ങാട്ട് ഷോക്കേറ്റ് മരിച്ച പനയമുട്ടത്തെ അക്ഷയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് റിനു ശ്രീധർ തത്സമയം ചേരുകയാണ്. പൊട്ടിവീണ വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റെന്ന് പുറച്ചെയാണ് ഈ 19കാരൻ അക്ഷയ് മരിച്ചതും അത് മോർച്ചറിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളതും. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് റിനു ശ്രീധർ തത്സമയം. റിനു, ഗുഡ് മോർണിംഗ്. ഈ പരിക്കേറ്റവരെയും അവിടെയാണോ പ്രവേശിപ്പിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ എന്ന് വേണം നമുക്ക് പറയാൻ. 2 മണിക്ക് ശേഷം 3 മണിയോട് കൂടിയാണ് ഈ പനയമുട്ടത്ത് വെച്ച ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. അക്ഷയും സുഹൃത്തുക്കളായ മറ്റ് 2 പേരും സഞ്ചരിച്ച ആ ബൈക്കിന് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റും അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈനും പൊട്ടി വീഴുകയായിരുന്നു. അതിശക്തമായിട്ടുള്ള കാറ്റാണ് ഈ പ്രദേശത്ത് എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ഈ മഴയത്ത് ഇവർ കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് വെഞ്ഞാറമൂട് പിരപ്പൻകോട് നിന്ന് ഈ പനയമുട്ടത്തെ ഇവരുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. ഈ സമയത്താണ് ഒരു മരച്ചില്ല ഈ ലൈൻ കമ്പിയിലേക്ക് വീഴുന്നു. തുടർന്ന് ഈ പോസ്റ്റും ലൈനും ഈ വാഹനത്തിന് മുകളിലേക്കും വീഴുന്നു. പുറകിലുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ തെറിച്ച് ഇടതുവശത്തേക്കും ഇദ്ദേഹം വലതുവശത്തേക്കും വീഴുന്നു. വലതുവശത്തേക്ക് വീണ അക്ഷയുടെ മുകളിലേക്കാണ് ഈ ലൈൻ കമ്പി വന്ന് വീണത്. തുടർന്നാണ് ഷോക്കേറ്റ് മരണപ്പെട്ടത്. ഉടൻ തന്നെ ഈ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ നിലവിളിക്കുകയും നാട്ടുകാരടക്കം ഓടിയെത്തുകയും അക്ഷയെ അവിടെ നിന്ന് നെടുമങ്ങാട് ആശുപത്രിയിലേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നെടുമങ്ങാട് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പോഴേക്കും അക്ഷയ് മരിച്ചു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അക്ഷയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളെല്ലാം തന്നെ ഈ ഓഫീസ് റൂമിന് മുന്നിലുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് അക്ഷയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിലാണ്. അല്പസമയത്തിനകം തന്നെ നെടുമങ്ങാട് പോലീസ് ഈ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്കായി ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത്. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇവിടെ പോസ്റ്റ്മോർട്ടം സംവിധാനം ഉണ്ടെങ്കിൽ പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇവിടെ അതിനുള്ള സാഹചര്യവും സംവിധാനവും ഉണ്ടെങ്കിലും സാധാരണഗതിയിൽ അങ്ങനെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യാറില്ല. പക്ഷേ നേരത്തെയൊക്കെ തന്നെ ചെയ്തിരുന്നു. പോലീസ് ആവശ്യപ്പെടുകയാണെങ്കിൽ ചെയ്യുകയും ചെയ്യും. ബന്ധുക്കളിൽ നിന്നും അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ, അതായത് അക്ഷയുടെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ഈ മരണവാർത്ത അറിഞ്ഞ് അക്ഷയ്ക്ക് സഹോദരിമാരുണ്ട്, 2 സഹോദരിമാരുണ്ട് എന്നുള്ളതാണ്. അവർക്ക് വലിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവുകയും പനവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എസ് കെ ചോദിച്ച മറ്റൊരു ചോദ്യം ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കുറിച്ചാണ്. ഒപ്പമുണ്ടായിരുന്നവർക്ക് സാരമായിട്ട് അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നേരത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുത്തെങ്കിലും അതിലുള്ള സാഹചര്യമില്ല. നെടുമങ്ങാട് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകി തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. അവരുടെ 2 പേരുടെയും മൊഴിയെടുക്കാൻ. ഈ 2 പേരുടെയും മൊഴി ഇപ്പോൾ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും പോലീസ് ഇവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക. ആ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. എസ് കെ. ഓക്കെ.